എല്ലാ കൂട്ടുകാർക്കും സജ്ജി റൈസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഞ്ചിക്കറി ഇല്ലാത്ത സദ്യയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനേ പറ്റില്ലല്ലോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പുളിയെടുത്ത് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് ഇട്ട് വെക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളം ഒഴിച്ച് കുതിർക്കാനിട്ട് വെക്കുകയാണ്. ആദ്യം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇത് കുതിർക്കാനായിട്ട് ഇട്ട് വെക്കാം. അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, വേറെ ഏത് ഓയിലായാലും മതി കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പകുതി ഭാഗം ഇഞ്ചിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് മൊത്തം ഈ ഇഞ്ചി അരിഞ്ഞത് മൊത്തം നമ്മളിട്ട് വറുത്തെടുക്കണമെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 തവണയായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എണ്ണ ഒരുപാട് വേസ്റ്റായി പോവില്ല. അങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോഴിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ ഒരുപാട് കൂടിപ്പോകരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ഇഞ്ചി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇഞ്ചി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാവുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇപ്പോൾ ഇഞ്ചി പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ ഉള്ളി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി പകുതി വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പിലയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് ഇഞ്ചിക്കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടുന്നതാണ്. ഇപ്പോൾ ഉള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് കറി പൗഡർ ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഞാനിതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവാപ്പൊടി ഒരുപാട് കൂടി പോകണ്ട. 1 മിനിറ്റ് സമയം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ഇഞ്ചിയും ഉള്ളിയൊക്കെ ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. കുറച്ച് തരിതരിപ്പുണ്ടാവണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുക്കണം. കുറച്ച് തരിതരിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഞാനിത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഇതിലേക്ക് അരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പുളിവെള്ളം പിഴിഞ്ഞ് അരിച്ചെടുത്തത് ഞാനിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് അളവിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് കുറച്ചും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം തിളച്ച് വറ്റി വരാനുള്ളതാണ്. ഇനി തീ കൂട്ടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത് തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിത് അടച്ച് വെച്ച് 5 മിനിറ്റ് സമയം ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഞാൻ ഈ ഇഞ്ചിക്കറി ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ നല്ലതുപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ രുചികരമായ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.